കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന് തിരിച്ചടി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡിന്റെ തീരുമാനം. വയനാട് ഫണ്ട് വിനിയോഗത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും വീഴ്ച സംഭവിച്ചതായി വിലയിരുത്തൽ. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും വടംവലികൾ തുടരുന്നു. കെപിസിസി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് വൻ തിരിച്ചടി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫിനെ നീക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതര വീഴ്ചകൾ സണ്ണി ജോസഫിന് സംഭവിച്ചുവെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് അനുകൂല ഘടകങ്ങൾ ഒട്ടേറെയുണ്ടായിട്ടും കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ച് പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ വലിയ വിവാദങ്ങളുണ്ടായി. അതേസമയം അതൊന്നും നിയന്ത്രിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സണ്ണി ജോസഫിന് കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുള്ളത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പോലെയുള്ള നേതാക്കൾ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തുവെന്നും എന്നാൽ വി.ഡി. സതീശനെ നിയന്ത്രിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ സണ്ണി ജോസഫിന് കഴിയില്ലെന്നുമാണ് കെ.സി. വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾ ദേശീയ നേതൃത്വത്തെ പലകുറി ധരിപ്പിച്ചിരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ചൊല്ലിയുള്ള വടംവലിയിൽ വി.ഡി. സതീശന്റെ പക്ഷം ചേർന്ന് പ്രവർത്തിച്ചതും സണ്ണി ജോസഫിന് തിരിച്ചടിയായി മാറി. വയനാട് ഫണ്ട് പിരിവിലും അതിന്റെ വിനിയോഗത്തിലും കോൺഗ്രസിന് വലിയ വീഴ്ചയാണുണ്ടായത്. ഇടതുപക്ഷമാവട്ടെ അത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയും ചെയ്തു. വയനാട് ദുരിതാശ്വാസ ഫണ്ട് സംബന്ധിച്ച് സണ്ണി ജോസഫ് നടത്തിയ പ്രതികരണങ്ങൾ അനവസരത്തിലായി എന്നും ആ കണക്കുകൾ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിയെന്നും നേതൃത്വം കരുതുന്നു. സണ്ണി ജോസഫ് മത്സരിച്ച പേരാവൂരിൽ മാത്രം തമ്പടിച്ചു നിന്നതല്ലാതെ ഇതര മണ്ഡലങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചില്ലെന്നും കെപിസിസി ഓഫീസ് നാഥനില്ലാ കളരിയായി മാറിയെന്ന ഗുരുതര വിലയിരുത്തലും ദേശീയ നേതൃത്വത്തിനുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് ആരംഭിച്ച ത്രികോണ പോര് ശക്തമായി തുടരുകയാണ്. ദേശീയ നേതൃത്വം കെ.സി. വേണുഗോപാലിനോടൊപ്പവും സംസ്ഥാനത്തെ പ്രവർത്തകർ വി.ഡി. സതീശനോടൊപ്പവുമാണ്. കസേര മോഹവുമായി ചെന്നിത്തലയും രംഗത്തുണ്ട്. ശക്തി തെളിയിക്കാൻ കൂടുതൽ എംപിമാരെ ഹൈക്കമാൻഡിന് മുന്നിലെത്തിക്കാനാണ് വേണുഗോപാൽ പക്ഷത്തിന്റെ നീക്കം. ഇതിനായി കെ. സുധാകരന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നുണ്ട്. തന്നെ തഴഞ്ഞതിൽ വി.ഡി. സതീശന്റെ പങ്കറിയാവുന്ന കെ. സുധാകരൻ കടുത്ത നീക്കത്തിലാണ്. അതേസമയം സംസ്ഥാനത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് വി.ഡി. സതീശനാണെന്നാണ് സംസ്ഥാനത്തെ മറ്റ് നേതാക്കളുടെ വാദം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തന്നെ വരണമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ വാദം. എന്നാൽ ഹൈക്കമാൻഡിലെ പിടിപാട് മൂലം മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കെ.സി. വേണുഗോപാലും സംഘവും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വടംവലികൾ അപഹാസ്യമാണെന്ന നിലപാടിലാണ് കെ. മുരളീധരനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ.